ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഷോർട്ട് സ്റ്റോറീസിൻ്റെ പാർട്ട് 3B എന്ന് പറയുന്ന ഒരു എപ്പിസോഡാണ് ചെയ്യുന്നത്. അഥവാ ഷോർട്ട് സ്റ്റോറീസിൻ്റെ മൂന്നാമത്തെ പാഠത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് പരിശോധിക്കുന്നത്. വളരെ ക്വിക്കായിട്ട് വേഗം അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. നമുക്ക് ആദ്യം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നോക്കാം. മാഹിയ വലീഫത്തു റാവി ഫിൽ ഖിസ്സ. ഈ കഥയിൽ ഒരു നെറേറ്റർ ഉണ്ടല്ലോ, കഥ പറയുന്ന ആൾ, അയാളുടെ തൊഴിൽ എന്താണ് ഈ കഥയിൽ? ഉത്തരം, മുദീറു ഇദാറത്തി ഷുഊനിൽ മുഅല്ലിഫീൻ. അദ്ദേഹം ജീവനക്കാരുടെ കാര്യനിർവഹണ വിഭാഗം മേധാവിയാണ്, അഥവാ സ്റ്റാഫ് അഫയേഴ്സ് മാനേജറാണ് അദ്ദേഹം. 2, മാദാ കാന യഫ്അലു റാവി ഇൻദമാ ദഖല റജുലു ഷായ്. ആ ചായക്കാരൻ റൂമിലേക്ക് കയറി വരുമ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാന ജാലിസൻ ഫി മക്തബിഹി വൽ ഖൽഖ് ബി ഇന്തിദാരി ഇജ്തിമാ. അദ്ദേഹം തൻ്റെ ഓഫീസിൽ ഇരിക്കുകയാണ്, മാത്രമല്ല വലിയൊരു മീറ്റിങ്ങിന് പ്രതീക്ഷിച്ചുകൊണ്ട് ആശങ്കയോടെയാണ് ആ ഇരുത്തം. മാദാ കാന യഹ്മിലു റജുലു ഷായ് ദായിമൻ. സാധാരണഗതിയിൽ ആ ചായക്കാരൻ എന്താണ് കയ്യിൽ കൊണ്ടു നടക്കാറുള്ളത്? സ്വീനിയ സഗീറ, ചെറിയൊരു ചായ ട്രേ ആണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാകാറുള്ളത്. ഫി അയ്യ കുല്ലിയത്തിൻ കാന യദ്റുസു ഇബ്നു റജുലി ഷായ്. ആ ചായക്കാരൻ്റെ മകൻ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? കുല്ലിയത്തുൽ ഹൻദസ, അതൊരു എഞ്ചിനീയറിംഗ് കോളേജാണ്. ഫി അയ്യ സനത്തിൻ ദിറാസിയ കാന ഇബ്നു റജുലി ഷായ് ഇൻ ദ വുഖൂഇൽ ഹദസ് അഖീർ. ഈ അവസാന സംഭവം നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നുണ്ടായിരുന്നത്? അസന അസാനിയ, അത് 2ാം വർഷമായിരുന്നു. അക്മലഹ വക്കാന ഫി ത്വരീഖിഹി ലിസാലിസ. അത് പൂർത്തിയായിട്ട് 3ാം ഇയറിലേക്ക് കടക്കുന്ന നേരമായിരുന്നു അത്. അടുത്ത ചോദ്യം, മാ ഹുവ സബബുല്ലദി ദഫഅ റജുലു ഷായ് ലി മുഖാതബത്തി റാവി ഫിൽ ബിദായ. ഈ കഥയുടെ തുടക്കത്തിൽ ചായക്കാരൻ നമ്മുടെ നെറേറ്ററോട് സംസാരിക്കാൻ വേണ്ടി ഉദ്യമിച്ചല്ലോ, അതിന്റെ കാരണം എന്തായിരുന്നു? കാന യുരീദു തഹദ്ദുസ് അൻ ഇബ്നിഹി. അദ്ദേഹത്തിന് തൻ്റെ മകനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ വന്ന് നിന്നത്. മാദാ കാന റദ്ദു ഫിഅലി റാവി ഇൻദമാ മദ്ദ യദഹു ബിൽ മാലി ലിറജുലി ഷായ്. ആ ചായക്കാരന് നേരെ ഇദ്ദേഹം കുറച്ച് കറൻസികളുമായിട്ട് കൈനീട്ടിയല്ലോ, അന്നേരം അതിനോടുള്ള മറ്റേയാളുടെ പ്രതികരണം എന്തായിരുന്നു? റജുലു ഷായ് ഇൻസഹബ ഇലൽ ഖൽഫ് റാഫിദൻ അൽ മാൽ. ആ ചായക്കാരൻ ആ പണം കണ്ടപ്പോൾ അത് നിഷേധിച്ചുകൊണ്ട്, അത് നിരസിച്ചുകൊണ്ട് പിന്നാക്കം പോവുകയാണ് ഉണ്ടായത്. മാഹിയൽ മഅലൂമ അസ്വാദിമ അല്ലത്തി കശഫഹ റജുലു ഷായ് ഫിൽ നിഹായ. കഥയുടെ അവസാനത്തിൽ ചായക്കാരൻ വെളിപ്പെടുത്തിയ ആ ഞെട്ടിക്കുന്ന വിവരം എന്തായിരുന്നു? ഇബ്നുഹു മാത ഫി തഫ്ജീരി ഖുർബി മദ്ഖലിൽ ജാമിയ. യൂണിവേഴ്സിറ്റിയുടെ പ്രവേശന കവാടത്തിനടുത്ത് വെച്ച് നടന്ന സ്ഫോടനത്തിൽ ആ മകൻ മരിച്ചുപോയി എന്നതായിരുന്നു ആ ഞെട്ടിക്കുന്ന വിവരം. കൈഫ ഷാറ റാവി ബഅദ അൻ അറഫ അൽ ഹഖീഖ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ, സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഈ നറേറ്റർക്ക് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടായത്? ഇഹ്തസ്സ ഖൽബുഹു ബിഅൻഫിൻ വശഅറ അന്നൽ മകാൻ സ്വാറ അലീഖ് വലം യഉദു യർഗബു ബിഹുലൂരിൽ ഇജ്തിമാ. അവന്റെ ഹൃദയം അക്രമാസക്തമായി വിറച്ചുകൊണ്ടിരുന്നു. ആ മുറി വളരെയേറെ ഇടുങ്ങിയതായിട്ട് അയാൾക്ക് തോന്നി. മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള താല്പര്യവും നഷ്ടപ്പെട്ടു. അവസാന ക്വസ്റ്റ്യൻ, മാദാ കാന നൗഉ സൂറ അല്ലത്തി അൽഹറഹ റജുലു ഷായ് ലിറാവി. ആ ചായക്കാരൻ നറേറ്റർക്ക് കാണിച്ചു കൊടുത്ത ഫോട്ടോ ഏത് തരത്തിലുള്ളതായിരുന്നു? സൂറത്തുൻ മലൂന ലിഷാബിൻ ബിനളറത്തിൻ മുതവഖിദത്തിൻ വതസ്രീഹത്തി ഷായരിൻ മുർതബ. വളരെ തിളക്കമുള്ള കണ്ണുകളും വൃത്തിയുള്ള മുടിയും ഒക്കെയുള്ള ഒരു യുവാവിൻ്റെ നല്ല കളർഫുൾ ചിത്രമായിരുന്നു ആ കാണിച്ചു കൊടുത്തത്. ശരി, ഇത്രയാണ് നമുക്ക് 1 വേർഡ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാനുള്ളത്. ഇനി 2-3 പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അതും വളരെ ക്വിക്കായിട്ട് നോക്കാം. സിഫ് ബിഖ്തിസാരിൽ ഹാല അൻ നഫ്സിയ ലിറാവി ഫി ബിദായത്തിൽ ഖിസ്സ. ചോദ്യത്തിൻ്റെ ഒരു ഭാഗം, കഥയുടെ തുടക്കത്തിൽ ഈ നറേറ്ററുടെ മാനസികാവസ്ഥ ഒന്ന് ഹ്രസ്വമായിട്ട് വിവരിക്കുക എന്നുള്ളതാണ്. അതേ ചോദ്യത്തിൽ തന്നെ വകൈഫ തഗയ്യറത് മഅ തതവ്വുരിൽ അഹ്ദാസ് ഹത്ത നിഹായത്തിൽ ലിഖാ മഅ റജുലി ഷായ്. ചായക്കാരനുമായി കൂടിക്കാഴ്ചയുടെ അവസാനം ഈ മുഖഭാവങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ അവസ്ഥാന്തരങ്ങളെല്ലാം എങ്ങനെയാണ് മാറി മറിഞ്ഞത് എന്നതും ഈ ചോദ്യത്തിൻ്റെ തന്നെ ഭാഗമാണ്. നമുക്ക് കഷ്ണമായിട്ട് വായിച്ചു പോകാം. ഫി ബിദായത്തിൽ ഖിസ്സ. ഈ കഥയുടെ തുടക്കത്തിൽ കാന റാവി യുആനി മിനൽ ഖൽഖി വല്ലീഖ്. ഈ നറേറ്റർ വളരെ വല്ലാത്ത ആശങ്കയും അസ്വസ്ഥതയും അനുഭവിച്ചിരുന്നു. കാരണം ബിസബബി ഇന്തിദാരി ഇജ്തിമാഇൻ മുഹിമ്മിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് കാത്തിരിക്കുകയായിരുന്നു അയാൾ. വത്വലബാത്തിൽ മുദീർ അൽ ആം അൽ ജദീദ്. പുതിയ മാനേജറുടെ ഒരുപാട് ആവശ്യകതകളും അയാൾക്ക് മുന്നിലുണ്ടായിരുന്നു. കാന യശ്ഉറു ബിൻ നഫാദ്
മിനസ്വബരി തുജാഹ റജുലി ഷായ് അൽ അജൂസ്. അപ്പോൾ ആ വൃദ്ധനായ ചായക്കാരൻ വന്നത് അദ്ദേഹത്തിന് ക്ഷമ പരീക്ഷിക്കും വിധത്തിലാണെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയിരുന്നു. മുഅ്തബിറൻ ഹദീസഹു മുളിയാതൻ ലിൽ വഖ്ത് വഹികായാത്തിൻ സഖീഫ. ആ വൃദ്ധന്റെ വർത്തമാനത്തെ ഇയാൾ വിലയിരുത്തുന്നത് സമയം പാഴാക്കലും അസംബന്ധ കഥകളും എന്ന നിലക്കായിരുന്നു. കാനത്ത് നബ്റതുഹു മുതഅജ്ജില വ മുഹീനതൻ അഹ്യാനൻ. ചില സമയത്ത് അയാളുടെ വർത്തമാനം വളരെ തിരക്ക് പിടിച്ചതും ഒട്ടും മര്യാദയില്ലാത്തതുമായിരുന്നു. നെറേറ്ററുടെ വർത്തമാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്തമറ ഹാദ ശുഊർ ബില്ലൈഖി വതആലി. ഈ തിരക്കും ഈ മര്യാദയില്ലാത്ത ഒരു ഫീലിംഗും അയാൾ തുടർന്നു കൊണ്ടുപോയി. ഹത്ത ലഹ്ലത്തി മുഹാവലത്തിഹി ഇഅതാഅൽ മാൽ ലിറജുലി ഷായ്. ആ ചായക്കാരന് ഒരല്പം പണം നൽകാൻ ശ്രമിക്കുന്ന സമയം വരെ ഈ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു മനോഭാവം അയാൾ തുടർന്നു കൊണ്ടുപോയി. വലാകിൻ, എന്നാൽ ബഅദ അൻ കശഫ റജുലു ഷായ് അൻ വഫാത്തി ഇബ്നിഹി. തന്റെ മകന്റെ മരണവാർത്ത ആ ചായക്കാരൻ വെളിപ്പെടുത്തിയ ശേഷം ഹദസ തഹവ്വുലുൻ അനീഫുൻ ഫി നഫ്സിയ്യത്തി റാവി. ആ നെറേറ്ററുടെ അല്ലെങ്കിൽ ആ കേന്ദ്ര കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ വല്ലാതെ മാറിമറിഞ്ഞു. ഇഹ്തസ ഖൽബുഹു ബിഉനുഫിൻ. അയാളുടെ ഹൃദയം അക്രമാസക്തമാം വിധം വിറകൊണ്ടു. വശഅറ ബിസ്വദമതി വൽ അസഫി ഷദീദ്. വല്ലാത്ത ഞെട്ടലും അഗാധമായ ഖേദവും അയാൾക്ക് അനുഭവപ്പെട്ടു. ലിദറജത്തിൻ അന്നഹു ലം യഉദ് റാഇബൻ ഫി ഹുദൂരിൽ ഇജ്തിമാ. ആ ഒരു അവസ്ഥയിൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ അയാൾക്ക് താല്പര്യമില്ലാതായി. ബിമാ യദുല്ലു അലാ ശുഊരിൻ അമീകിൻ ബിന്നദ്മി വതഗയ്യുരിൻ ഫി ഔലിയാതിഹി. അഗാധമായ പശ്ചാത്താപവും മുൻഗണനയിലുള്ള മാറ്റങ്ങളുമെല്ലാം ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കഥയുടെ ആദ്യത്തിലുള്ള കഥാപാത്രമല്ല കഥയുടെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹല്ലിൽ ശഖ്സിയത്ത് റാവി മിൻ ഖിലാലി തസറുഫാതിഹി വ അഫ്കാരിഹി തുജാഹ റജുലി ഷായി ഫിൽ ഖിസ്സ. ഈ ചായക്കാരനോടുള്ള മനോഭാവത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ ഈ റാവിയെ അഥവാ ഈ നറേറ്ററുടെ പേഴ്സണാലിറ്റിയെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക. ഇതാണ് ചോദ്യം. അതിന്റെ കൂടെ തന്നെ മാഹിയ അബ്റസു സിമാത്തി ശഖ്സിയത്തില്ലത്തി തൽഹർ. എന്തെല്ലാം പ്രധാന സവിശേഷതകളാണ് അയാളുടെ വ്യക്തിത്വത്തിൽ പ്രകടമായി കാണാൻ കഴിയുന്നത്? ഉത്തരം: തബ്റുസു ശഖ്സിയത്തു റാവി കശഖ്സിൻ അമലിയിൻ വ മുൻശഗിലിൻ ജിദ്ദ. നമുക്ക് കാണാൻ കഴിയുന്ന റാവിയുടെ സ്വഭാവം അല്ലെങ്കിൽ വ്യക്തിത്വം ഭയങ്കര പ്രായോഗികതയും അഥവാ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള, അതേസമയം തന്നെ വളരെ തിരക്ക് പിടിച്ച ഒരാൾ എന്ന നിലക്കാണ്. യുവല്ലി അൽ ഔലവിയത്തുൽ ഖുസ്വ ലിഅമലിഹി വ മഹാമിഹി അൽ ഇദാരിയ. തന്റെ ജോലിക്കും ഔദ്യോഗിക ചുമതലകൾക്കും അഥവാ റെസ്പോൺസിബിലിറ്റീസിനും എല്ലാം അയാൾ പരമപ്രധാനമായ പരിഗണന നൽകുന്നുണ്ട്. അൽ ഔലവിയാത്ത് എന്ന് പറഞ്ഞാൽ മുൻഗണന. യത്വസിഫു ബിൽ ആജലതി വ നഫാദി സ്വബർ. അയാളുടെ സമയം അയാൾക്ക് തിടുക്കവും തിരക്കും ക്ഷമയില്ലായ്മയും നമുക്ക് കാണാൻ കഴിയും. ഖുസൂസൻ, പ്രത്യേകിച്ച് ഇന്ദമാ യറാ അന്ന വഖ്തുഹു യുഹ്ദർ. അദ്ദേഹത്തിന് സമയം പാഴാക്കപ്പെടുന്നു എന്ന് വരുമ്പോൾ, ഇപ്പൊ സമയം പാഴാക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. യുൽഹിറു ഐലൻ നൗഅൻ മിന തആലി വൽ ഇസ്ദിറാ തുജാഹൽ ഉമാൽ അൽ ബായിസീൻ. ദരിദ്രരായ അല്ലെങ്കിൽ ദയനീയരായ തൊഴിലാളികളോട് ഒരുതരം അഹങ്കാരവും പുച്ഛവും അയാൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇസ്ദിറ എന്ന് പറഞ്ഞാൽ പുച്ഛം, തആലി എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അൽ ബായിസീൻ എന്ന് പറഞ്ഞാൽ ദയനീയരായ അല്ലെങ്കിൽ ശേഷിയില്ലാത്ത പണിക്കാർ. ഹൈസു യുഫദ്ദിലു ആദമ മുഖാലതതിഹിം ലിതജന്നുബി ത്വലബാതിഹിം അല്ലതി യുഅതബിറുഹാ തസ്ഖീലൻ അലൈഹി. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണമുണ്ട്. കാരണം അവരുമായിട്ട് കൂടുതൽ ഇടപഴകിയാൽ, ഇഖ്തിലാത്ത് നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ധാരാളം അപേക്ഷകൾ അല്ലെങ്കിൽ ധാരാളം റിക്വസ്റ്റുകൾ അവർ തരും. അത് യഅതബിറുഹാ തസ്ഖീലൻ അലൈഹി, അത് അയാൾക്ക് പിന്നെ വലിയ ഭാരമായി മാറും. ഇതൊക്കെ പേടിച്ചിട്ടാണ് പാവപ്പെട്ട പണിക്കാരോട് അദ്ദേഹം വല്ലാതെ ഇടപഴകാത്തത്. തഫ്കീറുഹു കാന മാദിയൻ ഫിൽ ബിദായ. തുടക്കത്തിൽ അയാളുടെ ചിന്തകളെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആണ്, ഭൗതികവാദപരമാണ്. തന്റെ ലാഭം, തന്റെ നേട്ടം, ഇതൊക്കെയാണ് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഹൈസു ഇഫ്തറല അന്ന റജുല ഷായ് യുരീദു മാലൻ. നോക്കൂ, ആ ചായക്കാരൻ പോലും തന്നോട് കാശ് ചോദിക്കാൻ പോവാണ്, കടം ചോദിക്കാൻ പോവാണ് എന്ന് അയാൾ കരുതിയിരുന്നു. വഹാവല അൻ യതഖല്ലസ മിൻഹു ബി അഖല്ലി മബ്ലഗി മുംകിൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ പൈസ കൊടുത്തിട്ട് അതങ്ങ് ഡീൽ ചെയ്തേക്കാം എന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ തുക കൊടുത്തിട്ട് അയാളെ ഒഴിവാക്കാമെന്ന് അയാൾ ശ്രമിച്ചു. ഹാദിഹി സിമാത്ത് തുഷീറു ഇലാ ശഖ്സിയത്തിൻ മാദിയ. ഈ ലക്ഷണങ്ങളെല്ലാം, ഈ സവിശേഷതകളെല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഒരു പേഴ്സണാലിറ്റിയിലേക്ക് സൂചന നൽകുന്നതാണ്. ബാരിദത്തിൽ മഷാഗിരി നിസ്ബിയ. വികാരരഹിതനായ, പ്രത്യേകിച്ച് ആളുകളോട് അനുകമ്പയോ അനുഭൂതിയോ തോന്നാത്ത ഒരു പേഴ്സണാലിറ്റി.
മുറക്കസത്തിൻ അലദ്ദാത്ത്, തന്നെക്കുറിച്ച് അഥവാ തന്നിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു ആത്മനിഷ്ഠ സ്വഭാവമുള്ള ഒരാൾ. കബല ഇക്തിഷാഫിൽ ഹഖീഖത്തി സ്വാദിമ അല്ലത്തി ഗയ്യറത് മൻദൂറ. പക്ഷെ ഈ സ്വഭാവങ്ങളെല്ലാം ആ അവസാനം വെളിപ്പെട്ട സത്യം ഉണ്ടല്ലോ, ആ ഞെട്ടിക്കുന്ന സത്യം, ആ സമയം വരെ മാത്രമാണ്. അതിനുശേഷം അയാളിൽ കാര്യമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മൂന്നാമത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, മാ വൽ മഅസ അബി റിസാല അർ-റഈസിയ അല്ലത്തി യുംകിൻ ഇസ്തിഖലാസുഹ മിൻ ഹാദിഹിൽ ഖിസ അൽ ഖസീറ. ഈ ഒരു ചെറുകഥയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശം അല്ലെങ്കിൽ പാഠം എന്തൊക്കെയാണ്? ഒന്ന്, അൽ മഅസ അർ-റഈസി മിൻ ഹാദിഹിൽ ഖിസ, ഈ കഥയിൽ നിന്നുള്ള ഒരു പ്രധാന പാഠം ഹുവ അദ്മുൽ ഹുക്ം അലൽ ആഖിരീൻ ബിസുറ. വളരെ പെട്ടെന്ന് മറ്റുള്ളവരെ കുറിച്ച് ജഡ്ജ് ചെയ്യരുത്, വിധി പറയരുത് എന്നതാണ്. അബിസ്തഹയ്യ ഫി തആമുലി മഅ മശാരിഹിം വഖസുസിഹിം. അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവരുടെ കഥകളും ജീവിത കഥകളും അവരുടെ വികാരങ്ങളും ഒക്കെ വെറും പെരിഫറായിട്ട്, നിസ്സാരമായി, ഉപരിപ്ലവമായിട്ട് കാണാൻ ശ്രമിക്കരുത്. അതിനും പല ആഴങ്ങളുണ്ടാകാം. ഫറാവി, നമ്മുടെ കലാകാരൻ അല്ലെങ്കിൽ നെറേറ്റർ, ബിസബബി ഇൻഷിഗാലിഹി വ മൗഖിഇഹി അൽ ഇദാരിയ, തന്റെ തിരക്കും തന്റെ അവിടുത്തെ ജോലി സംബന്ധമായിട്ടുള്ള പൊസിഷനിങ് ഒക്കെ കാരണത്താൽ ഹക്കമ അല റജുലി ഷായ് ബി അന്നഹു മുജറദു ആമിലിൻ ബാഇസിൻ, ഒരു സാധാരണ തൊഴിലാളിയാണെന്നും ഒരു ദുർബലനായ തൊഴിലാളിയാണെന്നും യുഹാവിലുൽ ഹുസൂൽ അൽ മാൽ, കാശ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്നുമൊക്കെ ഇദ്ദേഹം ജഡ്ജ് ചെയ്ത് കളഞ്ഞു. വലം യുകല്ലിഫ് നഫ്സഹു അനാ അൽ ഇസ്തിമാഅ ഇലൈഹി, അതുകൊണ്ട് തന്നെ അയാളെ കേൾക്കാനുള്ള താല്പര്യം പോലും ഇയാൾക്കുണ്ടായില്ല. ബി തർക്കീസിൻ ഔ അത്തആതുഫി മാ, അയാളെ ശ്രദ്ധിക്കാനോ അയാളുമായിട്ട് സഹാനുഭൂതിയോടെ പെരുമാറാനോ ഇയാൾ മെനക്കെടുകയും ചെയ്തില്ല. തുസല്ലിത്തുൽ ഖിസ്സ അല്ലാഹു അഅല അഹമിയത്തുൽ ഇസ്തിമാഇ അൽ ഹഖീഖി വത്തവാസുലിൽ ഇൻസാനി. യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയും മാനുഷികമായ ഒരു ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഈ കഥ നമ്മോട് പറയുന്നുണ്ട്. വകൈഫ അനൽ ഇശ്ഗാല ബിൽ മാദിയാത്ത് വൽ മഹാം, തൊഴിൽ സംബന്ധമായ തിരക്കുകളും അവിടുത്തെ ഉത്തരവാദിത്തങ്ങളുമെല്ലാം എപ്രകാരമാണ് യുംകിനു അൻ യുഅമിയൽ അബ്സാറ അനിൽ ആലാമി വൽ ഖസായിരിൽ കബീറ അല്ലത്തി ഖദ് യമുറു ബിഹൽ ആഖിറൂൻ. മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങൾ, നഷ്ടങ്ങൾ, അവരുടെ വേദനകൾ, ഇതിനെയൊക്കെ കാണാൻ കഴിയാത്ത വിധം നമ്മെ എങ്ങനെയാണ്, എപ്രകാരമാണ് നമ്മുടെ തൊഴിലും തിരക്കും അന്ധരാക്കി മാറ്റുന്നത് എന്നതും ഈ കഥ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇന്നഹാദാവത്തിൽ, ഇതൊരു ക്ഷണമാണ്, ഇതൊരു ഇൻവൈറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ലിത്തഅമ്മുലി ഫി ഖീമത്തി തആതുഫി വത്തഫഹും, പരസ്പരം മനസ്സിലാക്കലിന്റെയും സഹാനുഭൂതി കാണിക്കലിന്റെയും ഒക്കെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദഅവത്താണിത് ഈ കഥ. അതുപോലെ വകൈഫ അന്ന ലഹലതൻ മിനൽ ഇൻസാത്ത്, വളരെ നിശബ്ദമായ ഓരോ നിമിഷവും എപ്രകാരമാണ് യുംകിൻ അൻ തക്ഷിഫ ഹഖായിക സ്വാദിമതൻ, വളരെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കും വിധം രൂപാന്തരപ്പെടുന്നത്. വതുഗയ്യിറ നളറതൽ ഇൻസാനി ലിൽ ആലമി മിൻ ഹൗലിഹി, തന്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ മനുഷ്യന്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കാനും ആ ചെറിയ നിമിഷങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നതും ഈ കഥ നമ്മൾ സംസാരിക്കുന്നു. നോക്കൂ, ആ മിണ്ടാ മനുഷ്യൻ ഒരു സംഭവം, ഒരു വാക്ക് ഉച്ചരിക്കുമ്പോഴേക്ക് ചുറ്റുപാട് ആകെ മാറിപ്പോവാണ്, ഒരാളുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോവാണ്. അതിലൊരു നിമിഷം മതി, അതെങ്ങനെ സാധിക്കുന്നു എന്നതും ഈ കഥ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് വളരെ ക്വിക്കായിട്ട് പറഞ്ഞു തീർക്കാനുള്ളത്. 3 പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, 10 ഷോർട്ട് ആൻസേഴ്സ് പഠിക്കുക, പരീക്ഷ നന്നായി പാസ്സാകാൻ ശ്രമിക്കുക. ഈ നോട്ട്സ് വേണ്ടവർ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരിക. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.